ഒരു കാരണവശാലും ഈ പയ്യൻ അങ്ങനെയുള്ള ഒരു തരത്തിൽ പിന്നിപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങാണോ എന്തെങ്കിലും അങ്ങനെയും വരാൻ സാധ്യതയില്ല. രാജിവെക്കണ്ടോ? ഇല്ല. അതെന്താ അങ്ങനെ പറയാം? എന്തായാലും ഇങ്ങനെ രാഷ്ട്രീയം വന്നപ്പോൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ജയിച്ചു. ഈ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ് പുള്ളിയെ തെരഞ്ഞെടുത്തേക്കുന്നത്. ഇത് നിയമപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ രാജിവെക്കണമെന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ ജനപ്രതിനിധിയില്ലയോ? അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പം ഇത് ആരോപണം മാത്രമാണല്ലോ. ഒരാളെ പറ്റി ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആ കുറ്റാരോപിതർക്കുള്ളതാണ്. അതില്ലാതാക്കിയതായത്. ഇനി സ്വയമേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ അപരാധമെല്ലാം വന്നത് ഇപ്പോൾ MLA സ്ഥാനം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഒരു കേസ് കിട്ടോ നമ്മുടെ നാട്ടുമ്പുറത്തുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. ഈ MLA സ്ഥാനം വന്നതിന് ശേഷമാണ് ഇത്രയും ഇത് വന്നത്. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? അത് പാർട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ലേ. അദ്ദേഹത്തിനെതിരെ ആരോപണം വന്ന് അപ്പോൾ അദ്ദേഹം അതിന് വേണ്ട രീതിയിലുള്ള ഉചിതമായ തീരുമാനം അദ്ദേഹം തന്നെ എടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. നിർബന്ധമല്ല, നിർബന്ധിച്ച് ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കണം. ഓൾറെഡി മുഖം രക്ഷിക്കാൻ വേണ്ടി പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഓക്കെ, ഇനി ബാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റിയതല്ല, അദ്ദേഹം സ്വയം ഒഴിഞ്ഞെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. മാറ്റിയോ അത് ഉള്ളിലുള്ള കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ധാർമ്മികത വെച്ച് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് ഒഴിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഒഴിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. നോട്ടത്തെ സാർമാരെ ഒരു സ്വഭാവ ദൂഷ്യോ ആ ചെറുക്കന് ഞാൻ കാണുന്നില്ല. എനിക്കില്ലാത്ത ദൈവദോഷം വരുന്ന ഒന്നും പറയാൻ വയ്യ. നല്ലൊരു ഭാവി ആരെങ്കിലും നല്ലതായിട്ട് ജീവിക്കട്ടെ ദൈവമേ. നമുക്കതിനകത്ത് ഓരോ എതിരും ഇല്ല. ഒന്നും നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ അഭിപ്രായം ആരും പറയത്തില്ല. ഒരു വളർച്ച എന്ന് പറയുമ്പോൾ വളരെ ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു വളർച്ചയാണ്. അപ്പോൾ ആ ഒരു വളർച്ചയിൽ പുള്ളി വളരെ പെട്ടെന്ന് ഉയർന്നു വന്നപ്പോൾ ആ ഒരു അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മറ്റുള്ളവർക്കുണ്ടാകുന്ന അസ്വസ്ഥത മൂലം ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സസ്പെൻഷനും ഇതൊന്നും ഒരു കണക്കാക്കുന്നതേ ഇല്ല. ഇതൊക്കെ എല്ലാം തരണം ചെയ്ത് വീണ്ടും പൂർവാധിക ശക്തിയോടെ വരുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അങ്ങനൊരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലൊരു നല്ലൊരു MLA ആണ്. ഒരു കഴിവുള്ള മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിവും മിടുക്കമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇതാരോ ചതിയായിരിക്കാം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥയായിരിക്കാം. എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്തു എന്നുള്ള വിശ്വസിക്കുന്നുണ്ടോ? ചെയ്തു എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല. 30 വർഷം കിടക്കുന്ന പുള്ളിക്ക് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനം വരേണ്ട ആളാണത്. രണ്ടാൾ. അപ്പോൾ ആ വളർച്ചയെ തടയാൻ വേണ്ടി അവർ സ്വന്തം പാർട്ടി തന്നെ കൊത്തുന്നത് ഞാൻ എൻ്റെ രീതി പറയത്തുള്ളൂ. MLA സ്ഥാനം രാജിവെക്കണമെന്ന് അഭിപ്രായമുണ്ടോ? അപ്പം അത് തെറ്റുണ്ടെങ്കിൽ ചെയ്യട്ടെ. ആണ് പെണ്ണുങ്ങൾക്കാണല്ലോ എല്ലാവരും ഇത്തിരി മുൻതൂക്കം കൊടുത്തേക്കുന്നവർക്ക്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു കേസിനും പെട്ടിട്ടില്ലെങ്കിൽ ഈ പെൺവാണിപ്പം ഒരു ഇത് വെച്ചും അഭിപ്രായം വെച്ച് നോക്കണം. അവൻ നല്ലൊരു ശക്തനായിട്ട് തന്നെ അവൻ നല്ലൊരു നേതാവാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് ഈ പാർട്ടിക്കാർ തന്നെ ചെയ്യുന്ന പണിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ MLA സ്ഥാനം നമ്മുടെ ഇന്ന് MP ഇരിക്കുന്നവരുടെ പേരിലും വന്നിട്ടില്ല വിവാദങ്ങൾ. എത്രയോ പ്രാവശ്യം നമ്മുടെ മുകേഷിൻ്റെ പേര് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി യാതൊരു വിധമായ കുറ്റങ്ങൾ പറയാൻ ഈ നാട്ടുകാരോ അല്ലെങ്കിൽ മറു ഭാഗത്തുള്ള ആരും തന്നെ ഇല്ല. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നവർ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നടിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരാൾക്ക് പോലും അവനെതിരായിട്ടൊരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇവർ ഈ പറയുന്ന ഒരു കാര്യങ്ങളും എൻ്റെ കണക്കൂട്ടിൽ അടിസ്ഥാനപരമായ ഒരു കാര്യം. ഇവരെ പീഡിപ്പിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിൽ വരുന്നു. ഈ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പെണ്ണുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജിവെക്കട്ടെ. ചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട. അത് രണ്ടും രണ്ട് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ എന്തുവന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ. പാർട്ടി ഓൾറെഡി തീരുമാനം എടുത്തു. അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിവായി. അപ്പം ബാക്കി ഇനിയും പാർട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ മുമ്പോട്ട് പോട്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.